പല ആൾക്കാരുള്ള സമാധാനം എല്ലാം എല്ലാരും എഴുതിക്കേ. ഞാനിപ്പോ വരും. ചേച്ചി ഞാൻ എഴുതണ? വേണ്ട, ഞാൻ എഴുതി തരാം. മര്യാദ എഴുതടാ. ആടി പറ. എന്നിട്ട് കണ്ടിട്ട് പോയി. എല്ലാരും പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞ് പഠിപ്പിക്കാന്നൊക്കെ പറയും. ചേച്ചി സാന്ദ്ര ടിആർ പോവാറേ, ഞാനും പൊക്കട്ടെ. നിന്റെ കാലേ വരെ അടിക്കും ഞാൻ. നീ എഴുതി കാണിച്ചിട്ട് പോയാ മതി. എടി, അപ്പൊ നിന്റെ ഇഷ്ടങ്ങൾക്കൊരു വിലയില്ലേ? അറിയാലോ, അമ്മയും മാമോരോട് എല്ലാം ആലോചിക്കും, നടത്തും, ഒന്നും ചോദിക്കില്ല. അച്ഛനാണെങ്കിൽ ഇതിൽ ഇടപെടാനേ വരില്ല. ഇത് വേറെ കാര്യമൊന്നുമല്ല, നിന്റെ ജീവിതമാ. കെട്ടിച്ചു വിട്ടാലേ അവരുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ അനുഭവിക്കേണ്ടതൊക്കെ നീയാ. എനിക്കതറിയാം, പക്ഷെ അത് അവരോട് മനസ്സിലാക്കണ്ടേ? എഴുതി കാണിക്കാൻ സമയമില്ല, വേണമെങ്കിൽ പറഞ്ഞു കേൾപ്പിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻജക്ഷൻ. ഒരു കോയിലിലെ കാന്തിക വലയങ്ങൾക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ മറു കോയിലിൽ ഇതിന്റെ ഫലമായി EMF പ്രേരണം ചെയ്യുന്നതിനാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഇനി ന്യൂട്ടന്റെ ഫസ്റ്റോ സെക്കൻഡോ എന്തെങ്കിലും വേണം? അയ്യോ വേണ്ട, അവക്ക് വേണ്ടിട്ടാണെങ്കിലും നീ 2 അക്ഷരം പഠിച്ചല്ലോ, മതി. ഓക്കോ കാലങ്ങാട്ടങ്ങാടി കള കളിക്കുമ്പോ കാലം ചെറുതാടേ പെണ്ണെ. തെഴുത്തെത്തിയതില്ല തെഴുത്ത്. പാറൊന്നും അല്ലടാ. കഴിച്ചായിരുന്നോ? ആടി. വേറെ എങ്ങനെയുണ്ട്? അമ്മയൊക്കെ എന്നാ പറയുന്നത്? ഒരു മിനിറ്റ്. ശരിയടി. മണോടോ അളിയാ? ഇല്ലടാ, ഇവനെ കൊണ്ട് എന്നെ ആയിരിക്കല്ലേ ഉണക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. ഡോ പോയ കാര്യം എന്തായി? പോയ കാര്യം എന്താ കാര്യം? ഓ പോയ കാര്യം ശരിയായില്ല. ഇത് ഇങ്ങനെ ശരിയാവത്തില്ല. അല്ല, വിവേകേട്ടൻ ഇത് എങ്ങോട്ടാ പോയത്? അല്ല, ജോലിക്കാരത്തിന്. ജീവിതത്തിന് എന്തിനോടെങ്കിലും കുറച്ചൊക്കെ ഉത്തരവാദിത്തം കാണിച്ചൂടെ? അത് ഇയാൾക്ക് ജീവിക്കണമെന്നില്ലേ? ഉണ്ട്. എടാ ഞാൻ പോയിട്ട് വരാവേ. നാളെ കാണാം. കണ്ടോ, ആരും കാണത്തില്ല. ഇങ്ങനെ കാള കളിച്ച് നടന്നോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജയാമ നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കത്തില്ല. നാളായി സഹിക്കുന്നു. ഇവളെ കണ്ടിട്ടാണോ അലങ്ങാട്ടങ്ങാടി കള കളിക്കുമ്പം വിവേകേ, മോനെ കണ്ണ അമ്മയുടെ മോൻ കുടിച്ചിട്ടുണ്ട്. ഇല്ലമ്മ, അമ്മ ഇപ്പൊ വരാവേ. അകത്ത് കയറല്ലേ? എന്നാ മോനെ ചായ കുടിക്കും മോനെ. കുടിക്കടാ. അമ്മേ പിരിയും. ആദ്യമൊക്കെ അപ്പനെ കൊണ്ടുള്ള പഴുതിയായിരുന്നു. ഇപ്പൊ അതിന്റെ ഇരട്ടിയായിട്ട് വരുവാ മോൻ. ആർക്കും ഒരു ഗുണവുമില്ല. ഇതിനൊക്കെയാ തന്തയ്ക്ക് ജനിക്കണമെന്ന് പറയുന്നത്. ബാക്കിയുള്ളവരിവിടെ കിടന്ന് വെന്ത് വെണ്ണീറാകുക. അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒക്കെ
എന്റെ ദൈവമേ, എനിക്കെന്തിനാ ഇങ്ങനെ ഒരു ജന്മം തന്നു? ആ സുലോചനയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തൊലി ഉരിയൂ. അവനൊക്കെ എന്തോ ആകാലോ, അമ്മ ഇവിടെ കിടന്ന് പണിയെടുക്കുന്നു. ഭക്ഷണം കിട്ടത്തില്ല. അമ്മക്കുട്ടി അയിനിയക്കാർ രചിച്ചത് അബ്ദുൾ ഫാസൽ. 1605 മുതൽ 1627 വരെ ജഹാംഗീറിൻ്റെ ഭരണകാലം. 1628 മുതൽ 1658 വരെ ഷാജഹാൻ്റെ ഭരണകാലം. ഓക്കെ, 1628 മുതൽ 1658 വരെ ഷാജഹാൻ്റെ ഭരണകാലം. അമ്മു എന്താ? കാശിന് വേണ്ടി വന്നതാണോ? എൻ്റെ കയ്യിലൊന്നുമില്ല. അയ്യോ, കാശൊന്നും വേണ്ട മോളെ. പിന്നെ എനിക്ക് സമയമില്ല, പഠിക്കണം. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകും. എനിക്ക് വിശക്കുന്നു. ഇവിടെ ഒന്നുമില്ല, പോയി വല്ല ഷാപ്പിൽ നിന്നും കഴിക്കേ. ജയാമ്മ കഥ കടച്ചല്ലേ? ആ, എന്നാ വിട്ടു. അതെ, സാറ് അടിച്ചതിൻ്റെ കെട്ടൊക്കെ ഇറങ്ങിയാ? അയ്യോ, അതൊക്കെ എപ്പോഴേ ഇറങ്ങി. എന്നാ പുറകിലോട്ട് വാ. അമ്മക്കുട്ടിയേ, അതെ, കെട്ടണം. പക്ഷെ ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാതെ അമ്മയുടെ ചെലവിന് കഴിയുന്ന ആളെയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എൻ്റെ ചെലവിൽ കഴിയാമെന്നോ ഞാൻ നോക്കിക്കോളൂന്നോ എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. വേണമെങ്കിൽ പകുതി ഞാൻ നോക്കിക്കോളാം. ദേ, ഞാനേ ജയാമിനെ അറിയാം, ഇടക്കിടക്ക് ഇങ്ങനെ പറയണമെന്നില്ല. ഇങ്ങനെ കുഞ്ഞു കളിച്ച് നടന്നു. ഇപ്പൊ തന്നെ ഓരോ കൂട്ടര് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി പറഞ്ഞേ, ഞാനും ഒപ്പം കൂടി പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ ഒരു സമയം എന്താ? നല്ല കള്ള് ഷാപ്പ് ആയിരിക്കും. ആണോ? ഇതാ പ്രശ്നം, സപ്പോർട്ടില്ല. ഇയാളുടെ ആ കൂട്ടുകെട്ട് എന്ന് ഒഴിവാക്കുന്നു അന്ന് പകുതി രക്ഷപ്പെടും. ചോറിന് നന്ദി. എന്നാ, പുറത്ത് നല്ല കൊതുകുണ്ട്. കത്തിക്കാനുള്ളത് കൈ കാണുമല്ലോ അല്ലേ? എന്നെ ആലോചിച്ചോണ്ടിരിക്കോടാ, കേറിപ്പോടാ അത്.
സാർ എങ്ങോട്ടാ? എന്താ? എങ്ങോട്ടാന്ന് രാവിലെ? അമ്പലത്തിലോട്ട്. അമ്പലത്തിൽ? നീ അമ്പലത്തിലൊക്കെ പോകുമോ? പിന്നെ ആവശ്യം വന്നാൽ പോകണ്ടേ? അമ്മ അമ്പലത്തിൽ പോകുന്നില്ലേ? അമ്പലത്തിൽ പോകുന്നതിനൊരു കൂട്ടം. അമ്മ കൂടി ഓക്കെ ആടാ, അടിപൊളിയാ. പക്ഷെ ഇവളെ സ്നേഹിച്ചത്രയും അവളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലടാ. ആ ബെസ്റ്റ്. ഈ മിനിറ്റ്. ഒരുപക്ഷെ ഇവളും കൈവിട്ടെന്നുള്ള പേടികൊണ്ടായിരിക്കും. എടാ അല്ലല്ലോ അങ്ങനെ. നമുക്ക് ആദ്യമായിട്ട് ഇടുന്ന സാധനങ്ങളൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. പക്ഷെ അങ്ങ് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉള്ളിൽ നിന്ന് കുറച്ച് പാടാ. അല്ല, അവള് അമ്പലത്തിൽ നിന്നോട് ആരാ പറഞ്ഞേ? ഇന്ന് അവളുടെ പിറന്നാളാ. അവൾ എവിടെ പോയാലേ ഇന്ന് ഇവിടെ വരായിരിക്കത്തില്ല. എന്നിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് കാണുമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഓ, എനിക്ക് അടുത്ത മാസം 26 വയസ്സാകും കേട്ടോ. പോടാ, നീ വേണ്ടാത്ത കാര്യത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നത്. വേണ്ടാത്ത കാര്യം ബാറ്ററി ഓടാ. അച്ഛൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ പിന്നെ ഒരു നടക്കട്ടെ, ഞാൻ അപ്പുറത്താണ്. നമ്മളെയൊക്കെ അറിയോ? ശ്വേതേ, നീ എന്താടാ കണ്ടിട്ട് വിളിക്കാഞ്ഞേ? അല്ലടി, ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ പാസ് ചെയ്ത് പോയപ്പോഴായിരുന്നു ശ്രദ്ധിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലടാ, ഹൈദരാബാദ് തന്നെയാ. ഇതിപ്പോ അമ്മ വിളിച്ചിട്ട് വന്നതാ. ഇന്ന് എന്റെ പിറന്നാളല്ലായിരുന്നോ? ഓ, ഇന്നായിരുന്നല്ലേ? ഒത്തിരി ഓവറാക്കല്ലേ. നീ എന്ത് മറന്നാലും ഇത് മറക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പിന്നെ ജയാം എന്താ പറയുന്നു? ആ, സുഖമായിട്ടിരിക്കുന്നു. അമ്മയോ? സുഖം. പിന്നെ നിന്റെ പരിപാടികളൊക്കെ എന്തെങ്കിലും മാറ്റം വന്ന് തുടങ്ങിയോ? നീ പറയാനുള്ള ഉത്തരവാദിത്തമില്ലായ്മയും കുഞ്ഞിലില്ലേ, അതിച്ചിരി കൂടിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുണ്ടായിരുന്ന കള്ളുകൂടി ഇപ്പം സ്ഥിരാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാറ്റമുണ്ട്. ഞാൻ കാരണമാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. എന്താടി, ഞാൻ അത്രയ്ക്ക് കൂടെയാണ്. ചേച്ചി പൊക്കോ, ഞാൻ വന്നോളാം. മരണമെത്തുന്ന നേരത്തു നീ അത് പിന്നെ പറയണ്ടല്ലോ. പ്ലാനിന്റെ കാര്യത്തിൽ നിന്നെ തോപ്പിക്കാൻ പിന്നെ ആർക്കും പറ്റത്തില്ല. എന്തേ? ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഈ സമയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പിന്നീട് ഒരിക്കലും തിരിച്ചു വരത്തില്ല. അങ്ങോട്ട് വാ. എന്താ ദൈവം.